Please take your seat. Disparity between poor and poor. Sri A. Sampath. There is a disparity between poor and poor. So this should be stopped. Please. I have called Mr. Sampath. Sir. Sir. Only two or not? No. Please take your seat. You have Thank you, You have Chairman, spoken sir. for 20 minutes, Mr. Balu. 2-3 minutes, sir. You have taken enough time. You please take your seat. Please take your seat. I have to quote Kamaraj, sir. I have to quote Kamaraj. When he was alive, he was instrumental in bringing the PDF, the prelude to the PDF. Okay, thank you. In 1964. Thank you. And 1972. A. Sampath. Thank you, Chairman, sir. Has been brought by Anyway, the my leader, Dr. former Kaveri speaker to is from Please. Tamil Nadu. He has already started. I will start my He has already speech started. by quoting a Nothing is going on. Tamil saying, sir. Pasivandal. Please. It is not being recorded, Mr. Balu. Pasivandal pattum parandu pogum. Please. Its equivalent is, in Hindi I may He has say, already started. Khali per Sampath has demand started. nahi chalti, Please sir. take your seat, Mr. Balu. Thank you, Sir. Mr. Balu. Anyway, I have sought your permission to speak in my sweet mother tongue Malayalam, sir, because the government of India has declared Malayalam as one of the classical languages. Your Russia. That should be expunged. Sir, sir, Nothing is going on record. Please take your seat. Sir, I am not opposing the bill in toto. Sir, ഈ ഭക്ഷ്യസുരക്ഷാ ബില്ല് ഇത് സംബന്ധിച്ച് നമ്മുടെ ഈ സഭയിൽ നടക്കുന്ന ചർച്ചയിൽ എനിക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള 15 മിനിറ്റ് സമയത്തിനുള്ളിൽ ഞാൻ ചില കാര്യങ്ങൾ ഈ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് സർ. ഒന്ന്, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിനെ സംബന്ധിച്ചും ഇന്ത്യയുടെ ഭരണഘടനയെ സംബന്ധിച്ചുമുള്ള ദീർഘമായ ഉപന്യാസമൊന്നും ഞാനിവിടെ നടത്തുന്നില്ല. കാരണം ഇന്ത്യയുടെ ഭരണഘടനയുടെ എല്ലാം ഓരോ പകർപ്പ് നമ്മുടെ എല്ലാം കൈവശം ഉണ്ട് സർ. We can compare poverty, but we cannot compare hunger. വിശക്കുന്നവർക്ക് മാത്രമേ വിശപ്പിനെ പറ്റി മനസ്സിലാവൂ സർ. ഇവിടെ വിശപ്പിനെ തന്നെ വിഭജിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ആസൂത്രണ കമ്മീഷൻ, പ്ലാനിംഗ് കമ്മീഷൻ, അവരായിരുന്നു ഇതിന്റെ അപ്പോസ്തലന്മാരായി നേരത്തെ വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നത്. ദാരിദ്ര്യരേഖയ്ക്ക് മുകളിൽ, ദാരിദ്ര്യരേഖയ്ക്ക് താഴെ എത്ര കമ്മിറ്റികളെയാണ് ഇതിനു വേണ്ടി നിയോഗിച്ചത്? ഡോക്ടർ സക്സേന കമ്മിറ്റി റിപ്പോർട്ട്, പ്രൊഫസർ തെണ്ടുൽക്കർ കമ്മിറ്റി റിപ്പോർട്ട്, ഡോക്ടർ അർജുൻ സെൻ കമ്മിറ്റി റിപ്പോർട്ട്, നാഷണൽ സാമ്പിൾ സർവേ റിപ്പോർട്ട്. സർ, ഈ റിപ്പോർട്ടുകളെല്ലാം പരസ്പര വിരുദ്ധമാണ്. ഇത് ആരാ ഈ കമ്മീഷനുകളെ നിയോഗിച്ചത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ആ റിപ്പോർട്ടുകൾ തന്നെ നടപ്പാക്കാൻ വൈമുഖ്യം കാണിക്കുന്നതും കേന്ദ്ര സർക്കാർ തന്നെയാണ്. ഇവിടെ sir, the government of India is very much interested to shift the burden upon the shoulders of the state governments. ഇവിടെ 2009 കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിലുണ്ടായിരുന്നപ്പോൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ഭക്ഷ്യവകുപ്പ് മന്ത്രിമാരുടെ ഒരു യോഗം ചേരുകയുണ്ടായി. ആ യോഗം കോൺഗ്രസിന്റെയും BJPയുടെയും DMKയുടെയും ഇടതുപക്ഷത്തിന്റെയും മറ്റു പല സംസ്ഥാനങ്ങളിലെയും ഭക്ഷ്യമന്ത്രിമാർ പങ്കെടുത്തുകൊണ്ട് കൂടിയത്. വരാൻ പോകുന്ന ഭക്ഷ്യ സുരക്ഷാ ബില്ലിനെ സംബന്ധിച്ച് എല്ലാ സംസ്ഥാനങ്ങളിലെ ഭക്ഷ്യമന്ത്രിമാരും ഏകകണ്ഠമായ ഒരു അഭിപ്രായത്തിലെത്തി. അന്ന് അതിൽ പങ്കെടുത്തത് മാഡം കോൺഗ്രസിന്റെ ഭക്ഷ്യമന്ത്രിമാരും ഉണ്ടായിരുന്നു. ആദരണീയനായ പ്രൊഫസർ KV തോമസ് സാറിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, എന്റെ അങ്ങയുടെ പാർട്ടിയിൽ തന്നെയുള്ള, അങ്ങയുടെ കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ പെട്ട ഭക്ഷ്യമന്ത്രിമാരടക്കം ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെ ഭക്ഷ്യമന്ത്രിമാർ അവരുടെ യോഗത്തിൽ അവർ കൂടി തീരുമാനിച്ച ഏകകണ്ഠമായ തീരുമാനം എന്തേ അങ്ങ് നടപ്പാക്കാൻ വൈമുഖ്യം കാട്ടുന്നു? Why you are still hesitant to look into the suggestions made by the unanimous decisions, the unanimous suggestions taken by such a conference? ദയവായി അങ്ങ് ഈ സഭയിൽ അത് പറയേണ്ടതായിട്ടുണ്ട്. മാഡം, ഒരു മനുഷ്യന് ഭക്ഷ്യവസ്തുക്കൾ ന്യായവിലയ്ക്ക് ലഭിക്കാനുള്ള അവകാശമുണ്ട്. അതിന് ഭരണഘടന തേടി പോവേണ്ട കാര്യമില്ല, പുരാണം തേടി പോകേണ്ട കാര്യമില്ല.
പരിശുദ്ധ ഗ്രന്ഥങ്ങളും വായിക്കേണ്ട കാര്യമില്ല. വിശപ്പിന് പരിഹാരം ഭക്ഷണമാണ്. ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഭക്ഷ്യവസ്തുക്കൾ മാത്രമല്ല. ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി അവതരിപ്പിച്ച ബില്ല്, ഇതിലെ ഈ ബില്ലിൽ പലപ്പോഴും ഫുഡ് ഗ്രെയിൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫുഡ് ഗ്രെയിൻസ് എന്ന് പറഞ്ഞാൽ വീറ്റ് മാത്രമാണ്, ഗോതമ്പ് മാത്രമാണ്. ഫുഡ് ഗ്രെയിൻസ് മാത്രം കൊണ്ട് എങ്ങനെയാണ് പട്ടിണി മാറ്റുക, വിശപ്പ് മാറ്റുക? അരിയായാലും ഗോതമ്പായാലും മറ്റു ധാന്യങ്ങളായാലും അത് മാത്രം കഴിച്ചുകൊണ്ട് ഇത്ര കലോറി ഊർജം ലഭിക്കും എന്ന് നമുക്ക് പറയാം. ഇന്ത്യയിൽ പയറുവർഗ്ഗങ്ങളുടെ ലഭ്യത കുറഞ്ഞു വരികയാണ്. എന്താ നമ്മൾ കാണാതെ പോകുന്നു? ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ചെലവിൽ പ്രോട്ടീൻ ജന്യമായ ആഹാരം പയർവർഗ്ഗങ്ങളാണ്. ലോക ആരോഗ്യ സംഘടന, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുക, പ്രതിദിനം 80 ഗ്രാം പയർവർഗ്ഗങ്ങളെങ്കിലും ഒരു ശരാശരി ഇന്ത്യക്കാരന്റെ ഭക്ഷ്യവസ്തുക്കളിൽ ഉണ്ടാവണം. ഇന്ത്യ ഗവൺമെന്റിന്റെ കണക്കുകളാണിത്. മാഡം നോക്കണം, 1951 പയർവർഗ്ഗങ്ങൾ ഒരു ശരാശരി ഭാരതീയന് 60.7 ഗ്രാം ലഭിച്ചത് 1971 ആയപ്പോൾ 51.2 ഗ്രാമായി കുറഞ്ഞു. 1991 41.6 ഗ്രാമായി കുറഞ്ഞു. 2001 ആണ്ടിൽ 30.0 ഗ്രാമായി കുറഞ്ഞു. 2009 ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോഴും ഇതിൽ വർധന ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും വർധന ഉണ്ടായിട്ടില്ല. അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ കേന്ദ്ര സർക്കാരിന്റെ തന്നെ, ഇവിടെ ഈ നമ്മുടെ സഭയിൽ ഓരോ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന്റെയും തൊട്ട് തലേ ദിവസം നമ്മുടെ കയ്യിൽ കിട്ടാറുള്ളതാണ് ഈ സാമ്പത്തിക സർവേ റിപ്പോർട്ട്. മാഡം, ഞാൻ വേറെ ഒരു കണക്കും ഉദ്ധരിക്കുന്നില്ല. ഈ സഭയിൽ ഗവൺമെന്റ് നൽകിയ കണക്ക് മാത്രം ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇതിന്റെ ഈ സാമ്പത്തിക സർവേ റിപ്പോർട്ട് 2012-13 സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്പൻഡിക്സ് എടുക്കുക. അതിന്റെ അനക്ഷർ 15, 16, 17 എടുക്കുക. ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഭക്ഷ്യ സുരക്ഷയെ പറ്റിയല്ല നാം പറയുമ്പോൾ ഗോതമ്പിന്റെ ഉൽപാദനം കൂടി, പക്ഷേ അരിയുടെ ഉൽപാദനം കൂടുന്നില്ല, കോഴ്സ് ഗ്രെയിൻസിന്റെ ഉൽപാദനം കൂടുന്നില്ല, പൾസസിന്റെ ഉൽപാദനം കൂടുന്നില്ല. ഇവിടെ ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ പറയുമ്പോൾ എന്ത് നാം പാചകത്തിന് ഉപയോഗിക്കുന്ന എണ്ണയെ പറ്റി മിണ്ടുന്നില്ല, പാചകത്തിന് ഉപയോഗിക്കുന്ന കുക്കിംഗ് ഓയിലിനെ പറ്റി എന്തേ മിണ്ടുന്നില്ല. ഈ ബില്ലിൽ പറയുന്നത്, ഈ ബില്ലിൽ പലയിടത്തും ഫുഡ് ഗ്രൈൻസിനെ പറ്റി മാത്രം പറഞ്ഞു പോവുകയാണ്. ഭക്ഷ്യ എണ്ണ കൂടാതെ, പയർവർഗ്ഗങ്ങൾ കൂടാതെ മനുഷ്യൻ എങ്ങനെയാണ് ജീവിച്ചു മുന്നോട്ട് പോകാൻ കഴിയുക? ദയവായി ഭക്ഷ്യമന്ത്രി ഇതിനെക്കുറിച്ച് പറയണം. മാഷെ മലയാളത്തിലായതുകൊണ്ട് നമുക്ക് നന്നായി രണ്ടുപേർക്കും മനസ്സിലാവും. മാഷ നല്ലൊരു പാചകക്കാരനാണ്. മാഡം, our honorable minister, he cooks very good by himself, but he will not let anybody else to eat. അദ്ദേഹത്തിന് വേണ്ടി മാത്രം അദ്ദേഹം പാചകം ചെയ്യും, ഞങ്ങൾക്കറിയാവുന്ന രഹസ്യമാണ്. പക്ഷേ ഈ രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങൾക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ കഴിയുന്നില്ല, ഭക്ഷണം ലഭ്യമല്ല, പാചകം ചെയ്യാനുള്ള സൗകര്യങ്ങളില്ല, അതുകൊണ്ട് തന്നെ കഴിക്കാൻ കഴിയുന്നില്ല. മാഡം, ഇവിടെ മുതിർന്ന നേതാക്കൾ പലരും പറയുകയുണ്ട്. My very senior colleagues, learned colleagues of this august house, they have described about the 67th birthday of our nation. മാഡം, ഈ ഡൽഹിയിലെ തെരുവുകളിൽ ഉൾപ്പെടെ ഓഗസ്റ്റ് മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിൽ നമ്മൾ കാറിലും നടന്നും യാത്ര ചെയ്യുമ്പോൾ, മന്ത്രിമാരടക്കം കാറിൽ യാത്ര ചെയ്യുമ്പോൾ വഴിയോരത്ത് കൊച്ചുകുട്ടികൾ, ആ കുട്ടികൾ പ്ലാസ്റ്റിക്കിൽ അച്ചടിച്ച ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക വിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് നമ്മളെല്ലാവരും പോയത്. ദേശസ്നേഹത്തെക്കാൾ ആ കുട്ടികൾ അങ്ങനെ ആ ത്രിവർണ്ണ പതാക വിൽക്കാൻ തെരുവിൽ വന്നത് ഒരു നേരത്തെ പശിയടക്കാനാണ്. ആ കുട്ടികളുടെ പശിയടക്കാനാണ് അവർ ഇങ്ങനെ ഇറങ്ങിയത്. ഇവിടെ ഈ ബില്ലിൽ പല കാര്യങ്ങളും പറയുന്നുണ്ടല്ലോ. 2009 ആണ്ട് ജൂൺ മാസം 4-ാം തീയതി തൊട്ടപ്പുറത്തെ രാജ്യസഭയിലെയും ഈ ലോക്സഭയിലെയും അംഗങ്ങൾ, ആദരണീയായ രാഷ്ട്രപതി ശ്രീമതി പ്രതിഭാദേവി സിംഗ് പട്ടേൽ ജി അന്ന് നടത്തിയ പ്രസംഗത്തിൽ പറയുകയുണ്ടായി, രാജ്യത്തെ വിശപ്പ് തുടച്ചു മാറ്റാനായി ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പാക്കാൻ പോകുന്നു. 4 കൊല്ലം കഴിഞ്ഞു. ആരാണ് ഇതുവരെ ഇത്തരം ഒരു നിയമനിർമ്മാണം ഇങ്ങനെ വൈകിപ്പോയതിന് ഉത്തരവാദി? മാഡം, it has become a habit of the professors and teachers to wait until the examinations are around the corner. പരീക്ഷ വരാൻ പോകുന്നത് കൊണ്ട് പെട്ടെന്ന് എക്സ്ട്രാ ക്ലാസ് എടുത്ത് ഈ പോർഷൻസ് എല്ലാം ഫിനിഷ് ചെയ്തു എന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് പോലെ
Just because the elections are around the corner and the 16th Lok Sabha elections may come within some 3 or 4 months. അതുകൊണ്ട് ഇത്തരത്തിൽ എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളെ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായമല്ലെങ്കിലും കൂട്ടിച്ചേർക്കേണ്ടുന്ന ചില കാര്യങ്ങൾ അങ്ങയുടെ അനുമതിയോടുകൂടി ഈ സഭ മുമ്പാകെ പറയുകയാണ്. മാഡം, ഒന്ന്, ഭക്ഷ്യവസ്തുക്കൾ ആവശ്യമുള്ള ആളുകളുടെ മുമ്പിൽ വാതിൽ അടയ്ക്കരുത്. Don't shut the doors on the face of those who are coming to your house, knocking at the door, asking for some food. ഇവിടെ ഗവൺമെന്റ് കുറെ ആളുകളെ ഒഴിവാക്കുക. പക്ഷേ ഗവൺമെന്റ് പ്രസംഗിക്കാൻ you have a right to food. പക്ഷേ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. നിങ്ങൾ എന്തിനാണ് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലും താഴെയുമെന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോ നഗര ദാരിദ്ര്യം, ഗ്രാമീണ ദാരിദ്ര്യം, അവകാശമുള്ള ഗ്രാമീണ ജനത, അവകാശമുള്ള പട്ടണത്തിലെ ജനത, ആവശ്യമുള്ള എല്ലാവർക്കും കൊടുക്കണം. യൂണിവേഴ്സലായിട്ട് ഇത് നൽകണം. യൂണിവേഴ്സൽ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വേണം. 2, ഞാൻ ചില ഭേദഗതികൾ നൽകിയിട്ടുണ്ട്. ആ ഭേദഗതികൾ സമയച്ചുരുക്കം കൊണ്ട് ഞാൻ വായിക്കുന്നില്ല. മാഡം, പഞ്ചസാര, പാചകത്തിനുള്ള എണ്ണ, ഭക്ഷ്യ എണ്ണ, പയറുവർഗ്ഗങ്ങൾ, ഇതും കൂടി ബില്ലിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തണം. 3, 7 കിലോഗ്രാം ഭക്ഷ്യധാന്യമെങ്കിലും ഒരു മനുഷ്യന്, ഒരു വീട്ടിൽ ഏറ്റവും കുറഞ്ഞത് 35 കിലോഗ്രാം ഭക്ഷ്യധാന്യമെങ്കിലും, ഇതിലേതാണോ കൂടുതൽ അത് നൽകാനായി കഴിയണം. അരി 3 രൂപയ്ക്ക് നൽകുന്നതിനെ പറ്റിയൊക്കെ ബില്ലിൽ പറയുന്നുണ്ട്. തമിഴ്നാട് സംസ്ഥാനം ചെയ്തിട്ടുള്ള ഒരു മാതൃകയുണ്ട്, ഉദാത്തമായ മാതൃക. നേരത്തെ ശ്രീ ബാലു സാർ അത് സൂചിപ്പിക്കുകയുണ്ടായി. ശ്രീ തമ്പിദുരൈ സാർ അതിനെ പറയും. തമിഴ്നാട് കാട്ടിയിട്ടുള്ള ഒരു ഉദാത്തമായ മാതൃകയുണ്ട്. കേരളം ഒരു നല്ല മാതൃക കാട്ടിയിട്ടുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ് സമ്പ്രദായമുള്ള ഒരു സംസ്ഥാനത്ത് നിന്നാണ് മാഡം ഞങ്ങൾ വരുന്നത്. 80 ലക്ഷത്തിലധികം റേഷൻ കാർഡുകൾ, ഫോട്ടോ പതിച്ച് ലാമിനേറ്റ് ചെയ്ത റേഷൻ കാർഡുകളുള്ള ഒരു സംസ്ഥാനം. ഈ ഭക്ഷ്യസുരക്ഷാ നിയമം ഇതേപോലെ നടപ്പാക്കുകയാണ് എങ്കിൽ ആദരണീയനായ മന്ത്രിക്ക് സ്വന്തം പാർട്ടിയിൽപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിന് പൂർണ്ണമായി തൃപ്തനാണ് എന്ന് പറയിപ്പിക്കാൻ കഴിയുമോ? സ്വന്തം മുന്നണിയിൽപ്പെട്ട കേരളത്തിലെ ഭക്ഷ്യമന്ത്രിയെ അദ്ദേഹത്തിന് ഇരുത്തി പഠിപ്പിച്ച് ഇതെനിക്ക് ബോധ്യപ്പെട്ടു എന്ന് ആ ഭക്ഷ്യമന്ത്രിയെ കൊണ്ട് പറയിപ്പിക്കാൻ കഴിയുമോ? കഴിയില്ല എന്നുള്ളതാണ് സ്ഥിതി. ഇവിടെ if everything goes on well, it is because of my credit and merit. If something goes on wrong, it is because of you. It is because of your fault. ഇവിടെ എല്ലാം സംസ്ഥാന ഗവൺമെന്റുകളുടെ തലയിലേക്ക് വെച്ച് കിട്ടുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യണം. കേന്ദ്ര ഗവൺമെന്റിന്റെ എത്ര സ്കീമുകളാണ് ഇപ്പോൾ ഉള്ളത്? നമുക്കാർക്കും അറിയില്ല എത്രയുണ്ട്. ഒരു 100-ലേറെ സ്കീമുകളാണ് കേന്ദ്ര സെൻട്രലൈസ് സ്പോൺസേഡ് സ്കീമുകളായിട്ടുള്ളത്. ചിലത് വഴിയിൽ കിടക്കുകയാണ്, ചിലത് റീവാമ്പിങ്ങിന് വിധേയമാവേണ്ടതുണ്ട്, ചിലത് എന്നെ തന്നെ ഏതാണ്ട് ചത്തു കഴിഞ്ഞ നിലയിലാണ്, ചിലതെല്ലാം തന്നെ നടപ്പാക്കാൻ കഴിയാത്ത നിലയിലാണ്. ഇങ്ങനെ സെൻട്രലൈസ് സ്പോൺസേഡ് സ്കീമുകൾ പലതും വരുമ്പോൾ മാഡം, ഈ ഇരിക്കുന്ന സഭയിലെ എല്ലാ അംഗങ്ങൾക്കും അറിയാവുന്നത് പല സംസ്ഥാനങ്ങളും ഇപ്പൊ പറയുകയാണ് ആ സ്കീം ഞങ്ങൾക്ക് വേണ്ട, ഈ സ്കീം ഞങ്ങൾക്ക് വേണ്ട. നിങ്ങൾ നൽകുന്നത് പലതും ഞങ്ങളുടെ തലയിലേക്ക് ബാധ്യതകളാണ്. ആ ബാധ്യതകൾ ഏറ്റെടുക്കാൻ തയ്യാറില്ല എന്ന് പറയുകയാണ്. മാഡം, മാഡത്തിന്റെ അനുമതിയോടുകൂടി വേറൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിലെ ഈ ഭക്ഷ്യധാന്യങ്ങളുടെ കുത്തക സംഭരണം, അതിന്റെ കടത്ത്, അതിൻ്റെതായിട്ടുള്ള അത് കാത്തു സൂക്ഷിക്കൽ, സ്റ്റോറേജ്, പ്രൊക്യൂർമെന്റ്, ട്രാൻസ്പോർട്ടേഷൻ, സ്റ്റോറേജ്, ഡിസ്ട്രിബ്യൂഷൻ. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ എന്താ മാഡം? ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ അടി മുതൽ മുടി വരെ കർശനമായ പരിശോധനയ്ക്ക് വിധേയമാക്കണം. അഴിമതി നടമാടുന്നില്ല എന്ന് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് മന്ത്രിക്ക് പറയാൻ കഴിയുമോ? ഒരേ ജോലി ചെയ്താൽ തുല്യ ജോലിക്ക് തുല്യ കൂലിയൊന്നുമല്ല അവിടെ. ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. കുറെ ആളുകൾ ഡിപ്പാർട്ട്മെന്റലൈസ്ഡ് തൊഴിലാളി, they are at par with the employees. കുറെ ആളുകൾ ഡയറക്റ്റ് പേയ്മെന്റ് സിസ്റ്റത്തിലാണ്, കുറെ ആളുകൾ ഹമാലി വർക്കേഴ്സ് ആണ്. ഇവിടെ even though the Supreme Court has termed as it is unconstitutional, എന്താ ഈ പറയുന്ന കോൺട്രാക്ട് ലേബർ സിസ്റ്റം അവിടെ ഇപ്പോഴും നടക്കുകയാണ്. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഗോഡൌണുകളെ സംബന്ധിച്ച് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഫുഡ് കോർപ്പറേഷന്റെ ഗോഡൌണുകളിലടക്കം ഭക്ഷ്യധാന്യങ്ങൾ നശിച്ചു പോകുന്നതുമായി ബന്ധപ്പെട്ട് ആവശ്യത്തിന് ജീവനക്കാരില്ല, ആവശ്യത്തിന് തൊഴിലാളികളില്ല, അവരോട്ട് നിയമിക്കില്ല, ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു കുറവുമില്ല. ഇതാണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ അവസ്ഥ. മാഡം, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ പറഞ്ഞിരിക്കുന്ന കണക്കനുസരിച്ച് ഇതാ FCIയുടെ കയ്യിൽ സ്വന്തമായുള്ളത് ഓൺഡായിട്ടുള്ള ഗോഡൌണുകളെ സംബന്ധിച്ചാണ്. അത് 2005 ഏപ്രിൽ മാസം 1-ാം തീയതി ഉള്ളത്. അതിന്റെ കപ്പാസിറ്റിയെ സംബന്ധിച്ച് പറയുകയാണ് 12.91 മില്യൺ മെട്രിക് ടൺ കപ്പാസിറ്റി. അത് 2013 ഏപ്രിൽ 1 ആയപ്പോ ആകെ വർദ്ധിച്ചത് 13 മില്യൺ മെട്രിക് ടൺ ആയിട്ടാണ്. ഞാൻ 3 മിനിറ്റ് കൂടി എടുക്കുള്ളൂ, അത്രേ ഉള്ളൂ മാഡം.
because I am not taking much time. Please. Madam, എന്നാൽ വാടകയ്ക്കെടുക്കുന്നത് 10.46 മില്യൺ മെട്രിക് ടണ്ണിൽ നിന്ന് നേരെ ഇരട്ടിച്ച് 20.99 മില്യൺ മെട്രിക് ടണ്ണായി മാറി. ഇവിടെ അറിയേണ്ടുന്ന ഒരു കാര്യം, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ സ്വന്തം ഗോഡൌണുകളും വെയർ ഹൗസുകളും സ്വകാര്യ കമ്പനികൾക്ക് തീരെഴുതുക, പ്രൈവറ്റൈസ് ചെയ്യുക. FCIയുടെ ഗോഡൌണുകൾ നേരെ ചൊവ്വേ നടത്താൻ വേണ്ടിയിട്ടല്ല താല്പര്യം FCIയിലെ ഉദ്യോഗസ്ഥർക്ക്. മന്ത്രി ശ്രദ്ധിക്കണം, ഇവിടെ സ്വകാര്യ ഗോഡൌണുകൾ വാടകയ്ക്കെടുക്കലുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത്. ഇവിടെ FCI ശക്തിപ്പെടുത്താതെ എങ്ങനെയാണ് പൊതുവിതരണ സമ്പ്രദായം ശക്തിപ്പെടുത്തുക? മാഡം, ഈ പ്രധാനപ്പെട്ട ഒരു ബില്ല്, ആ ബില്ലിന്മേലുള്ള ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ആദരണീയായ കോൺഗ്രസ് പ്രസിഡന്റിന്റെ പ്രസംഗം ഞങ്ങളെല്ലാവരും കേട്ടതാണ്. നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ടാവുമല്ലോ. I too have a dream. I am young. I too have a dream എന്നൊരു മനുഷ്യൻ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത്. ഇന്ന് രാജ്യത്തെ ജനങ്ങൾക്ക് ഭക്ഷണം സ്വപ്നം കാണാനുള്ള അവകാശമാണ് നിങ്ങൾ നൽകുന്നതെങ്കിൽ ഇവിടെ സ്വപ്നങ്ങളുടെ വ്യാപാരിയായി ബഹുമാനപ്പെട്ട മന്ത്രി മാറരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, only 2 minutes, madam. ഇവിടെ ഈ ഭേദഗതികൾ ഭേദഗതികൾ സതുദ്ദേശത്തോടു കൂടി തന്നെയാണ് മാഡം നൽകിയിട്ടുള്ളത്. ഈ ഭേദഗതികളൊന്നും തന്നെ ഇത് അംഗീകരിക്കപ്പെടാതെ പോകരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. വാസ്തവത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നതുമായ കാര്യത്തിൽ ഈ രീതിയിലാണ് ഈ ഫുഡ് സെക്യൂരിറ്റി ബില്ല് ഇവിടെ പാസ്സാക്കപ്പെടുന്നതെങ്കിൽ മാഡം, ഭക്ഷ്യമേഖല സ്വകാര്യവൽക്കരിക്കപ്പെടും. ഇവിടെ ഈ രാജ്യത്ത് ഇന്ന് പ്രകൃതിവാതകം സ്വകാര്യവൽക്കരിക്കപ്പെട്ടു. ഈ രാജ്യത്ത് ഇപ്പൊ തന്നെ ചില്ലറ വ്യാപാര മേഖലയിലേക്ക് വിദേശ നിക്ഷേപം അനുവദിക്കപ്പെട്ടു. ഈ രാജ്യത്തിന്റെ പെട്രോളിയം ഖനനവുമായി ബന്ധപ്പെട്ടതും നമ്മുടെ രാജ്യത്തിന്റെ എണ്ണ സമ്പത്ത് അത് സ്വകാര്യവൽക്കരിക്കപ്പെട്ടു. അവരാണ് തീരുമാനിക്കുന്നത് വിലയെല്ലാം തന്നെ. ഇവിടെ ബാങ്ക്, ഇൻഷുറൻസ് കമ്പനികൾ ഇതെല്ലാം തന്നെ സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതാൻ പോകുന്നു. ഇന്ത്യയിലെ ഭക്ഷ്യമേഖല കൂടി തീരെഴുതിയാൽ നമ്മുടെ സ്ഥിതി എന്താവും എന്നുള്ളതിനെ പറ്റി ഞാനിപ്പോ പറയുന്നില്ല. പിന്നെ മാഡം, യെസ്, ഐ ആം കൺക്ലൂഡ് മാഡം. ഇതെല്ലാം പറയുമ്പോ ഇത്തരം കാര്യങ്ങൾ പാർലമെന്റ് സമ്മേളിക്കുന്ന വേളയിൽ തന്നെ ഇത്തരത്തിൽ പരസ്യങ്ങൾ നൽകുന്നതിന്റെ ഔചിത്യം കൂടി ഒന്ന് പരിശോധിക്കണം. ഇവിടെ ഈ ബില്ല് ഇവിടെ ചർച്ച ചെയ്യുക, ഈ സഭയിൽ ചർച്ച ചെയ്യുക. While the parliament is in session, is it proper to give these type of advertisements while this August House is having its meeting here? ഇത് സംഭവിക്കുന്നതിനുള്ള അനൗചിത്യം ഞാൻ ഈ പരസ്യം കൊടുത്തതിനെ എതിർത്ത് പറയുകയല്ല. പക്ഷേ പാർലമെന്റിന്റെ പരമാധികാരത്തെ, പാർലമെന്റിന്റെ അവകാശങ്ങളെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് പോകുന്നത് ഒരു കാരണവശാലും ഉചിതമല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. മാഡം, ഞാൻ നൽകിയിട്ടുള്ള ആ ഭേദഗതികൾ ഞങ്ങളുടെ പാർട്ടിയുടേത് മാത്രമല്ല, CPIM-ന്റേത് മാത്രമല്ല, ഇവിടെ UPI-യിലെ ഘടകകക്ഷികളായിട്ടുള്ളവർ പലരും അടക്കം ഞങ്ങളുടെ ഭേദഗതികൾ ശരിയാണ് എന്ന് പറയുകയാണ്. പ്രതിപക്ഷം മാത്രമല്ല, ഭരണപക്ഷത്തുള്ളവരും അത് ശരിയാണെന്ന് പറയുകയാണ്. ആ ഭേദഗതികൾ അടക്കം അംഗീകരിച്ചുകൊണ്ട് ഭക്ഷ്യസുരക്ഷാ ബില്ലിലെ എല്ലാ പോരായ്മകളും പരിഹരിക്കപ്പെടാൻ കഴിയണം എന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്. താങ്ക് യു മാഡം. താങ്ക് യു ശ്രീ ഭർത്തുരാരി മേത്താബ്ജി.